ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. പിന്നെ ദൃശ്യം 3 കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. അല്ല, ഇത് എപ്പ ഇറങ്ങി? സ്വാതന്ത്ര്യ ദിനത്തിന്റെ നറുക്ക് എനിക്കാ വേണം. എപ്പോഴത്തെയും പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചെളിയുന്നുണ്ടല്ലേ? അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. എനിക്ക് സിനിമയും കണ്ട് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടന്നാൽ മതി. സിനിമയുടെ റിവ്യൂ പറഞ്ഞാൽ മതി. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്? കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിലാട്ടാ അല്ല പകർത്തിടുന്ന. എടി, ലൈഫ് ഈസ് ടു എൻജോയ്. അത് അടിച്ചു പൊളിക്കണം. ജീവിതം ഒരിക്കലല്ലേ ഉള്ളൂ. ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. നീ കാരണം ഒരു കുടുംബം ഇല്ലാതായിട്ടുണ്ട്. ആ കുടുംബത്തിന്റെ കാര്യം എന്തായിരിക്കും? അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഫേസ്ബുക്കിൽ ഇടുന്ന ഇവരുടെ വീഡിയോസിനും ഫോട്ടോസിനും പിന്നെ കമന്റ്സ് നിങ്ങളൊന്ന് കാണണം. ലവ് യു കർലി, തീ, ഹാർട്ട്, ഗുഡ്. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? എങ്ങനെ വന്നാലും 3 പൊളിച്ച്. ഫസ്റ്റിനെയും സെക്കൻഡിനെയും പോലെ തന്നെ അതിന്റെ അപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് പൊളി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സമ്മതിച്ചിരുന്നു. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ച വീഡിയോ ഇതൊന്നുമല്ല. ഞെട്ടില്ല, പക്ഷെ എന്താ നോക്ക്, ഞെട്ടി, എല്ലാവരും ഞെട്ടി. ബൈക്കിലായി യാത്ര, ബസ്സിൽ കയറ്റുന്നില്ല. പിന്നെ ഇപ്പൊ റീസെന്റ് വന്ന വണ്ടേ മുമ്പുള്ള ഒരു പോസ്റ്റാണ്. കാണുന്ന കാഴ്ചകളിലല്ല, നോക്കുന്ന കണ്ണിലാണ് ലോകത്തിന്റെ സൗന്ദര്യം. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില്. അത് കുറച്ചാണ് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. എനിവേ, തകർത്ത് ഫേസ്ബുക്കിൽ 184 ഫോളോവേഴ്സ്, 184K ഫോളോവേഴ്സ് എന്തോ ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ചുറ്റിക്കളിയായിട്ട് ഇവിടെ തന്നെ കൂടിയാലോ? അത് ശരിയാ, നമുക്ക് ഇതേപോലെ ആരെങ്കിലും ഒക്കെ പറ്റിച്ച് ഇവിടെ തന്നെ അങ്ങ് കഴിയാം. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ.